സിനിമയിലേക്ക് ആകാം. ഇപ്പോൾ സിനിമയിൽ നിന്നൊക്കെ വിട്ട്, സിനിമ തന്നെയാണ് കാരണം, പക്ഷെ സിനിമയിൽ നിന്ന് വിട്ട് നമുക്ക് വേറൊരു വിഷയത്തിലേക്ക് കിടക്കാം. ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലായി എന്നുള്ള വാർത്ത കുറച്ച് നേരം മുമ്പ് വന്നു. പിന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എന്ന വാർത്തയും പെട്ടെന്ന് തന്നെ വന്നു. ഏതായാലും ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലാകുന്നു, ജാമ്യത്തിൽ വിടുന്നു, അറസ്റ്റിലാകുന്നു, ജാമ്യത്തിൽ വിടുന്നു. എന്താ ഇത് നടക്കുന്നതെന്നോ യാതൊരു വിധിയില്ല. അദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്തേക്കുന്ന കേസെന്ന് പറഞ്ഞാൽ 6 മാസം തടവും 10,000 രൂപ എങ്ങനെ പിഴയും, 6 മാസം തടവോ 10,000 രൂപ പിഴയോ ഒരു കേസാണ്. അപ്പം എന്താ പ്രഹസനമല്ലേ. അപ്പോൾ ഇന്നലെ കുറച്ച് ദിവസമായിട്ട് മാധ്യമങ്ങൾ ഇങ്ങനെ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹം ഓടിയതും ചാടിയ കഥ, തമിഴ്നാട്ടിൽ പോയ കഥ, മറ്റേ കഥ. അവസാനം കൂളായിട്ട് വരുന്നു, പോലീസ് സ്റ്റേഷന് ഹാജരാകുന്നു, ചോദ്യം ചെയ്യലിന് വിധേയമാകുന്നു. ഞാൻ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അങ്ങ് തുറന്നടിച്ചെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. അവസാനം പോലീസുകാർ കേസ് ചാർജ് ചെയ്യുന്നു, അറസ്റ്റിലാകുന്നു, പിന്നെ ജാമ്യത്തിൽ വിടുന്നു. ഇത് തന്നെ സംഭവിക്കും. ഇത് എന്താ പറയുന്നത്, ആരെ കുറ്റം പറയുമെന്ന് എനിക്ക് യാതൊരു പിടിയില്ല. ഞാൻ ഇന്നലെ 2 ദിവസം മുമ്പ് തന്നെ ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ തന്നെ നമ്മൾ ചെയ്തു. നമുക്ക് നിയമത്തെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല. അപ്പോഴും നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇട്ട വീഡിയോ നോക്കും, ആരും പരാതിക്കാരില്ല. അത് തന്നെയല്ല, ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയത് ഇതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ ഹോട്ടൽ മുറിയിൽ നിന്ന് ഏതെങ്കിലും പിടിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മൾ അറിഞ്ഞെടുത്തോളം കാലം അവിടെ നിന്നൊന്നും പിടിച്ചിട്ടില്ല എന്നാ പറയുന്നത്. പിന്നെ ഒരു വ്യക്തി തന്നെ സമ്മതിക്കുമോ ഞാൻ ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നത്? ആ പുള്ളി എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുവാനല്ലേ പറ്റത്തുള്ളൂ. പിന്നെയും ഒരു വ്യക്തി ഞാൻ സ്വയമേ തീരുമാനിക്കണം ഞാൻ നന്നാവണോ എൻ്റെ എന്നല്ലേ, അല്ലെങ്കിൽ നിയമപരമായി നിയമവിരുദ്ധ പ്രവർത്തനത്തിന് എന്നെ അറസ്റ്റ് ചെയ്യണം. ഇത് യാതൊരുവിധ തെളിവുകളോ ഒന്നും ഹാജരാക്കാതെ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു, പിന്നെ ഇയാളെ ജാമ്യത്തിൽ വിടുന്നു. ഈ കേസ് കുറച്ച് നാളിങ്ങനെ നീങ്ങിക്കഴിഞ്ഞിട്ട് അവസാനം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ വെറുതെ വിട്ടു എന്നുള്ള വാർത്തയും കേൾക്കാം. ആദ്യത്തെ കേസിൽ നമ്മളിങ്ങനെ കണ്ടതാണ്. അത് അല്പം കൂടെയൊക്കെ ഈ എല്ലാവരെയും, കേരളത്തിൽ തന്നെ ആദ്യത്തെ കേസായിരുന്നു ഷൈൻ ടോം ചാക്കോയുടെ അല്ലേ, ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ കേസാണെന്ന് തോന്നുന്നത്. പക്ഷേ സിനിമാ മേഖലയെ പിടിച്ചുലുക്കിയ കഥകളായിരുന്നു എന്ന് കേട്ടത്. പക്ഷേ എന്ത് സംഭവിച്ചു, കുറച്ച് നാളിന് ശേഷം നമ്മൾ അറിയുന്നു അത് വെറുതെ വിട്ടു, എല്ലാവരെയും വെറുതെ വിട്ടു. ഇത് അതിനേക്കാളും സ്ട്രോങ് അല്ലാത്തൊരു കേസ്, വളരെ എന്തോന്നായിട്ടുള്ള തെളിവുകളുടെ യാതൊരുവിധ എന്തൊന്നും ആനുകൂല്യമില്ലാത്തൊരു കേസ്. അത് തന്നെ ഈ ആരോപണം ഉന്നയിച്ച നടി തന്നെ അവസാനം പരാതിയില്ല എന്ന് പറഞ്ഞ് ഒഴിയുന്ന അവസ്ഥ. ആ സെറ്റിലുള്ള എന്താ പറയുന്നത് നിർമ്മാതാക്കളും അണിയറ പ്രവർത്തകരും എല്ലാം അങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്ന് പറയുന്നു. തെളിവുകളില്ല, സാക്ഷികളില്ല, ഒന്നുമില്ല. പിന്നെ ഈ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാനൊരു വിഷയമായിട്ട് ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞിട്ട് കൊണ്ട് നടക്കുന്നത് മാത്രമേ ഉള്ളൂ. ഷൈൻ ടോം ചാക്കോ ഓടിയ കാര്യം പറയുന്നു, ഷൈൻ ടോം ചാക്കോ പൊള്ളാച്ചി പോയ കാര്യം, തമിഴ്നാട്ടിൽ പോയ കാര്യം, ഷൈൻ ടോം ചാക്കോ ഹാജരായ. ഇത് മാധ്യമങ്ങൾ കുറച്ചായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുന്നു. ഇന്ന് വൈകുന്നേരങ്ങളിലെ മിക്കവാറും ചാനലുകളുടെയൊക്കെ ഡിബേറ്റ് തന്നെ ഇതായിരിക്കാം. ഒരു വശത്ത് ഈ ഷൈൻ ടോം ചാക്കോട് ചോദിക്കുന്നു, ഇനി ഉത്തരം പറയേണ്ട ആരായിരിക്കും? രാഹുൽ ഈശ്വറായിരിക്കും ഷൈൻ ടോം ചാക്കോയ്ക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നത്. അതുപോലെ ഏതെങ്കിലും റിട്ടയർ ചെയ്ത SP കാണും, ഏതെങ്കിലും വക്കീൽ കാണും, പിന്നെ ഒരു വശത്ത് വീണ മിനി ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാർ കാണും. അല്ലെങ്കിൽ സജി നന്ദിയാട്ട്, ശാന്തിവിള ദിനേശൻ, ബൈജു കൊട്ടാരക്കര, ഇങ്ങനെ കുറച്ച് ആൾക്കാർ കാണും. ഇവരെല്ലാവരും കൂടെ അങ്ങ് ചർച്ച ചെയ്തിട്ട് ലോക കാര്യങ്ങളിൽ മൊത്തം ചർച്ച ചെയ്യും. കേരളത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളെല്ലാം ചർച്ച ചെയ്യും. സിനിമാ മേഖല മൊത്തമായിട്ട് ചർച്ച ചെയ്ത് അവസാനം പ്രതി ജാമ്യത്തിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ നമ്മൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യും. അവസാനം എന്തായിട്ട് ഒന്നും ആയിത്തീരത്തില്ല. ഇതൊരു സിനിമയിലെന്ന് പറയുന്ന ലഹരിയുടെ കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെ. അതൊരു സംഘടിത ശക്തി തന്നെ ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പീഡനവുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീ വിഷയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. അപ്പോഴൊക്കെ നമ്മൾ ആരും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീ വിരുദ്ധത, സ്ത്രീകൾക്ക് പീഡനം അനുഭവിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. പക്ഷേ പ്രധാനമായിട്ട് പറഞ്ഞേക്കുന്നത് വേറൊരു കാര്യമായിരുന്നു. സിനിമാ സെറ്റുകളുണ്ടാകുന്ന ലഹരി അതൊരു വലിയൊരു വിഷയമാണ് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തു. ആര് ചർച്ച ചെയ്തു? കാരണം ഇതിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ചിലപ്പം
നീങ്ങുന്നത് വേറൊരു ഗ്യാങ്ങിലേക്കായിരിക്കും നീങ്ങുന്നത്. അതാണ് പ്രശ്നം. അതിലേക്ക് നീങ്ങാൻ പലർക്കും താല്പര്യമില്ല. അതുകൊണ്ട് ആ കേസ് അവിടെ നിൽക്കുന്നു. ഈ പീഡനത്തിൻ്റെ പേരിൽ കുറച്ച് പേർക്കെതിരെയൊക്കെ ആരൊക്കെ ആരോപണം ഉന്നയിച്ചു, അവസാനം അതെന്തായി? അതൊന്നും ആയില്ല. ഇത് തന്നെയാണ് നടക്കുന്നത്. ഇത് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട കേസ് സ്ട്രോങ് ആക്കണം. സത്യം പറയാം, ഇത് ഇത്ര ഗ്രാം പിടിച്ചാലേ ശിക്ഷയുള്ളൂ, അല്ലാത്ത സ്റ്റേഷൻ ജാമ്യത്തിന് പുറത്ത് ആ കേസൊക്കെ എന്തായിരിക്കും. ഇപ്പം ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോലീസും എക്സൈസും ഒക്കെ സ്ട്രോങ് ആയിട്ട് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രായിരം കേസുകൾ 24 മണിക്കൂർ കൊണ്ടൊക്കെ പിടിക്കുന്നത്. നമ്മുടെ പോലീസ് സംവിധാനത്തെ എക്സൈസ് സംവിധാനത്തെയൊക്കെ വളരെ ഇപ്പോഴൊക്കെ പറയുന്നത് കേട്ടു. എടേ, ഇവരിത്ര നാൾ ഇവിടെയൊക്കെ ജോലി ചെയ്യുകയല്ലായിരുന്നു, ഇവരെന്തുകൊണ്ട് ആരും പിടിച്ചില്ല? ഈ സ്ട്രോങ് ആയിട്ട് വരുന്ന സമയം ഇവർ നേരത്തെ തന്നെ അവരുടെ കൃത്യമായിട്ടുള്ള ജോലി ചെയ്തിരുന്നെങ്കിൽ നല്ല നിലയിൽ വരത്തില്ലായിരുന്നു. അവസാനം എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടാകുമ്പോഴത്തേന് പെട്ടെന്നൊരു പിടുത്തം. അതിലെത്ര പേർക്കെതിരെ കേസെടുക്കാൻ പറ്റുമെന്നറിയാമോ? അധികം ആൾക്കാർക്കെതിരെ കേസെടുക്കാൻ പറ്റും. 3, 4, 5 പേർക്കെതിരെ കേസെടുക്കാം. 400 ചില്ലാനോ 500 ചില്ലാനോ 4000 ചില്ലാനോ ഒക്കെ കേസുകൾ പിടിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും 10ൽ താഴെ കേസുകളായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ചാർജ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇത്തര ഗ്രാമങ്ങളിൽ കൈ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ കേസ് ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ അവസ്ഥയാണ് കാര്യങ്ങൾ. നിയമം സ്ട്രോങ് അല്ല സത്യം പറഞ്ഞാൽ. ഇത് ലഹരി എന്ന് പറയുന്നത് സിനിമയെ സെറ്റിലെല്ലാം തന്നെ തകൃതിയായി നടക്കുന്നുണ്ടെന്നാണ് കേട്ടുകഴിഞ്ഞു. സിനിമ സെറ്റിൽ തന്നെയല്ല, എല്ലാ പ്രദേശങ്ങളിലും ഇതൊരു ഭയങ്കര വിപത്തായിട്ട് നടക്കുന്നൊരു സംഭവമാണ്. പോലീസ് സ്ട്രോങ് ആവണം, എക്സൈസ് സ്ട്രോങ് ആവണം, ഗവൺമെൻറ്റുകൾ ഇവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണം, കൃത്യമായിട്ട് ജോലി ചെയ്യിപ്പിക്കുക. അതുപോലെ നിയമം പരിഷ്കരിക്കുക. നിയമത്തിൻ്റെ പല നൂലാമാലകളുണ്ട്, അതൊക്കെ പരിഷ്കരിച്ച് ഇത് സ്ട്രോങ് ആക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ കാര്യത്തിലൊക്കെ ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും സത്യം പറഞ്ഞ സ്റ്റേഷൻ ജാമ്യം പോലും കൊടുക്കരുതെന്ന്. ഇത് എന്താ സംഭവിക്കുന്നതെന്ന് യാതൊരു പിടിയില്ല. ഷൈൻ ടോം ചക്കയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഷൈൻ ടോം ചക്ക എന്ന് പറയുന്നത് പുള്ളി എന്താണ് ചെയ്യുന്നതെന്ന് പുള്ളിക്ക് തന്നെ അറിയില്ല. അതുപോലെ തന്നെ പുള്ളി ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് പറയുന്ന ഒരു വ്യക്തി വേറെ ആരുമില്ലെന്ന് തോന്നുന്നു. അപ്പം പുള്ളിക്ക് പുള്ളിയുടെ ഇമേജിന് ഭയമില്ല. പുള്ളി എന്ത് ചെയ്താലും പുള്ളി ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് തുറന്നു പറയുന്നു. അപ്പം പുള്ളിക്ക് എന്ത് സംഭവിച്ചാലും പുള്ളിക്ക് യാതൊരു കുഴപ്പമില്ല. പുള്ളിക്ക് നേരത്തെ തന്നെ പറയും ഇത് കൂടി വന്നാൽ എന്ത് സംഭവിക്കാൻ എന്നുള്ളൊരു കാഴ്ചപ്പാട് കാണുകയാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒന്നാമത്തെ കേസ് വെറുതെ വിട്ടു, രണ്ടാമത്തെ കേസും പിടിച്ചു, അന്ന് തന്നെ ജാമ്യത്തിൽ വിടും. ഇത് തന്നെ അവസ്ഥ. അതുകൊണ്ട് പുള്ളിക്ക് ഇതൊന്നും വലിയ ഒരു വിഷയമായിട്ട് തോന്നുന്നില്ല. അത് ഭാവിയിലും അങ്ങനെ തന്നെ ആയിരിക്കാം. ഈ കേസ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് കോടതിയിൽ നിന്നും തള്ളിപ്പോകുന്നത് നമുക്ക് കാണാം. ഇതൊക്കെ തന്നെ സംഭവം. ഇത് കുറച്ച് ദിവസം ഈ ചാനലുകൾക്ക് ചർച്ച ചെയ്യാൻ, ചാനലുകൾക്ക് കുറച്ച് വാർത്തകൾ കിട്ടാൻ മാത്രമേ ഇത് ഉപയോഗിക്കത്തുള്ളൂ. അല്ലാതെ നിയമമാകണം, സ്ട്രോങ് ആവണം, അല്ലാതെ ഇതിനൊരു യാതൊരുവിധ അന്ത്യവും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കമൻ്റായിട്ട് അറിയിക്കാം. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ.